തലസ്ഥാന ജില്ലയിൽ നിന്നുള്ള വാർത്തകളുടെ വിവരങ്ങളുമായി ചന്തു ചന്ദ്രശേഖർ ചേരുന്നുണ്ട്. നമുക്കറിയാം, ഏറ്റവും അധികം വിമർശനം നേരിട്ട ഒരു യാത്രയായിരുന്നു മുഖ്യമന്ത്രിയും മന്ത്രിപ്പടയും സഞ്ചരിച്ച നവകേരള യാത്ര. ഇന്ന് നവകേരള യാത്ര തിരുവനന്തപുരം ജില്ലയിൽ പ്രവേശിക്കുകയാണ്. പൊതുജന മധ്യത്തിൽ അവരുടെ പരാതികൾ കേൾക്കാം, വലിയ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും എന്ന പ്രഖ്യാപനത്തോടുകൂടി ആരംഭിച്ച നവകേരള യാത്ര പക്ഷേ വഴിനീളെ പ്രതിഷേധങ്ങൾക്കും വിമർശനങ്ങൾക്കും ഇടയാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്ന കാഴ്ച കണ്ടതാണ്. പ്രത്യേകിച്ച് സമൂഹത്തിൽ ഒരു ചലനവും സൃഷ്ടിക്കാതെ, ഒരു മാറ്റവും സൃഷ്ടിക്കാതെ കാസർഗോഡ് നിന്നും ആരംഭിച്ച മുഖ്യമന്ത്രിയുടെ നവകേരള യാത്ര തിരുവനന്തപുരം ജില്ലയിൽ പ്രവേശിക്കുമ്പോൾ ഏതൊക്കെ കാര്യത്തിന് പ്രശ്നപരിഹാരമുണ്ടായി എന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. അതിനിടയിലാണ് ഗവർണർ സർക്കാർ പോര് അതിരൂക്ഷമാകുന്നത്. ഗവർണറെ വിമർശിക്കുന്നതിനും അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവൃത്തികളെയും വിമർശിക്കുന്നതിനും മാത്രമായി സമയം കണ്ടെത്തുന്ന ഒരു രീതിയിലേക്ക് സർക്കാർ നീങ്ങുന്ന കാഴ്ച കണ്ടു. SFIയെ പൊതുനിരത്തിൽ അണിനിരത്തി ഗവർണർക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കുന്ന കാഴ്ച കണ്ടു. എന്തായാലും അടുത്ത വർഷത്തേക്കുള്ള നയപ്രഖ്യാപന പ്രസംഗം ഗവർണർ വായിക്കുമോ എന്നുള്ളത് നോക്കിക്കാണേണ്ടതാണ്. കാരണം കേന്ദ്ര സർക്കാരിനും ഗവർണർക്കും എതിരായ നയപ്രഖ്യാപനത്തിലെ ഉള്ളടക്കം തന്നെയായിരിക്കും അത്. ഗവർണർ എങ്ങനെ നയം വ്യക്തമാക്കുന്നു എന്നുള്ളത് നോക്കിക്കാണേണ്ടുന്ന ഒരു വസ്തു തന്നെയാണ്. എന്തായാലും ഈ വാർത്തകളുടെയൊക്കെ വിശദാംശങ്ങളുമായി ചന്തു ചന്ദ്രശേഖർ ചേരുന്നുണ്ട്. ചന്തു, നമുക്കറിയാം ഇന്ന് നവകേരള യാത്ര തലസ്ഥാന ജില്ലയിൽ പ്രവേശിക്കുകയാണ്. 23-നാണ് സമാപനം. തിരുവനന്തപുരം ജില്ലയിൽ കാസർഗോഡ് നിന്ന് ആരംഭിച്ച നവകേരള യാത്ര സമൂഹത്തിൽ ഒരു ചലനവും സൃഷ്ടിക്കാതെ വിമർശനങ്ങളും പ്രതിഷേധങ്ങളും മാത്രം ഏറ്റുവാങ്ങിക്കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന കാഴ്ച തന്നെയാണ് കണ്ടത്. തിരുവനന്തപുരം ജില്ലയിൽ എത്തി നിൽക്കുമ്പോൾ ഏതൊക്കെ കാര്യത്തിന് പ്രശ്നപരിഹാരമുണ്ടാക്കി, ഏതൊക്കെ കാര്യങ്ങളിൽ കാര്യക്ഷമമായ ഇടപെടലുണ്ടായി, ഏതൊക്കെ വകുപ്പുകളുടെ ഏകോപനമുണ്ടായി എന്നുള്ളത് ഇപ്പോഴും ഒരു വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്ന കാഴ്ച തന്നെയാണ് ചന്തു നമ്മൾ കാണുന്നത്. തീർച്ചയായിട്ടും രോഹിണി സൂചിപ്പിച്ചതുപോലെ നവകേരള സദസ്സ് കാസർഗോഡ് നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ ഇനി ഒരു കണക്കെടുപ്പിന്റെ കാലമാണ്. എന്ത് പരിഹാരമാണ് നിലവിലെ സംസ്ഥാനത്തിന്റെ അവസ്ഥയ്ക്ക് ഈ നവകേരള സദസ്സിൽ മന്ത്രിമാര് ഒന്നടക്കം ഇത്രയും കോടികൾ ചെലവിട്ട് യാത്ര നടത്തിയതുമായി ബന്ധപ്പെട്ട് ഉണ്ടായത് എന്ന കാര്യം പ്രധാനമായും ചർച്ചയ്ക്ക് വിധേയമാകും. അതിൽ ഇപ്പോൾ പ്രതിപക്ഷ കക്ഷികളും BJPയും അടക്കം ഇപ്പോൾ തന്നെ ആ ചോദ്യം ഉന്നയിച്ചു തുടങ്ങിയിട്ടുണ്ട്. സർക്കാർ തലത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു കണക്കെടുപ്പ് ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. സ്വാഭാവികമായും സർക്കാർ ഇത്രയും കോടികൾ മുടക്കി കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ അതിനെ വലിയ തരത്തിലുള്ള മാറ്റം ഉണ്ടായി എന്ന് ചിത്രീകരിക്കാനായിരിക്കും ശ്രമം. പക്ഷേ കഴിഞ്ഞ ദിവസം നമുക്കറിയാം, ഈ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടം മുതൽ നവകേരള യാത്ര തുടങ്ങുന്നതിന് മുൻപേ തന്നെ മറിയക്കുട്ടി എന്ന് പറഞ്ഞ ഒരു വയോധിക ഒരു സമരവുമായി മുന്നോട്ട് പോയിരുന്നു. ഇപ്പോൾ അതിനെന്ത് മാറ്റം ഉണ്ടായി എന്ന് ചോദിച്ചാൽ മാറ്റം ഉണ്ടായിട്ടില്ല. അവർ ഹൈക്കോടതിയിൽ വീണ്ടും ക്ഷേമ പെൻഷൻ കിട്ടണമെന്ന ആവശ്യത്തിന് മാറ്റമുണ്ടായിട്ടില്ല. ഇത്തരത്തിൽ സപ്ലൈകോയുടെ പ്രതിസന്ധി ഉണ്ടായിരുന്നു, അതിൽ മാറ്റമുണ്ടായിട്ടില്ല. വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ ഉണ്ടായോ എന്ന് ചോദിച്ചാൽ അതിൽ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ക്രിസ്മസ് വരുന്നു, ക്രിസ്മസ് വിപണിയിൽ എന്തിടപെടൽ സർക്കാർ നടത്തി എന്ന കാര്യത്തിൽ മാറ്റമുണ്ടായിട്ടില്ല. KSRTC ജീവനക്കാർക്ക് ശമ്പളം കൃത്യമായി ലഭിക്കാനുള്ള സാഹചര്യം ഈ യാത്ര കൊണ്ടുണ്ടായോ എന്ന ചോദ്യം അവിടെ നിലനിൽക്കുന്നു. അപ്പോൾ സംസ്ഥാനത്ത് എന്ത് മാറ്റം ഈ യാത്ര കൊണ്ട് ഉണ്ടാക്കി എന്ന ചോദ്യം പ്രസക്തമാണ്. ആ ചോദ്യം വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തിയായി തന്നെ സർക്കാരിന് നേരെ ഉണ്ടാകുന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും സർക്കാരിന്റെ യാത്ര ഇന്ന് തിരുവനന്തപുരത്ത് എത്തുന്നുണ്ട്. ഇന്ന് വൈകിട്ടോടുകൂടിയായിരിക്കും തിരുവനന്തപുരം ജില്ലയിൽ പ്രവേശിക്കുക. വൈകിട്ട് 6 മണിക്ക് വർക്കലയിലാണ് ആദ്യ നവകേരള തിരുവനന്തപുരത്ത് ആരംഭിക്കുക. ശേഷം 23-നാണ് ഇതിന്റെ സമാപനം നടക്കുന്നത്. എന്തായാലും ഇനി 2 ദിവസം കൂടി മാത്രമേ ഇത്ര കൊട്ടിഘോഷിച്ച് സർക്കാർ നടത്തിയ ഈ യാത്ര പരിസമാപ്തി. അതെ, അത് മാത്രമല്ല ചന്തു, ഈ കൊട്ടിഘോഷിക്കലിന്റെ തുടക്കം നമ്മൾക്ക് അറിയാവുന്നതാണ്. എന്തുമാത്രം രസകരവും വിരോധാഭാസവുമാണ് പിന്നീടുണ്ടായത് എന്നുള്ളതാണ്. അതായത് നവകേരള യാത്രയുടെ ഭാഗമായി സഞ്ചരിക്കുന്ന ക്യാബിനറ്റാണ് ഇതാ നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നത്. എന്ത് പരാതി ഉണ്ടെങ്കിലും അതിന് ഉടനടി തന്നെ പ്രശ്നപരിഹാരം. ഒരു പരാതി ലഭിച്ചാൽ 45 ദിവസത്തിനകം പ്രശ്നത്തിന് പരിഹാരം കാണും. ആ രീതിയിലായിരിക്കും എല്ലാ മണ്ഡലങ്ങളിലും കടന്നു പോവുക എന്ന് വീരവാദം മുഴക്കിക്കഴിഞ്ഞപ്പോൾ മധ്യ കേരളത്തിലെത്തിയപ്പോൾ അമ്പെ മാറുന്ന കാഴ്ചയാണ് കണ്ടത്. ഇവിടെ പരാതി സ്വീകരിക്കുന്ന യാത്രയേ അല്ല എന്ന് മുഖ്യമന്ത്രിക്ക് തന്നെ പറയേണ്ടി വന്നു. കാരണം പരാതികളൊക്കെ ഏത് വകുപ്പിലേക്കാണ് അയക്കേണ്ടതെന്ന് ഉദ്യോഗസ്ഥർക്ക് പോലും അറിയില്ല. ആ രീതിയിൽ കാര്യങ്ങൾ തകിടം പറയുകയുണ്ടായി. പിന്നീട് നടത്തിയ സമ്മേളനങ്ങളും അല്ലെങ്കിൽ പരാമർശങ്ങളും ഒക്കെ എന്ന് പറയുന്നത് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ഒരു യാത്ര സംഘടിപ്പിക്കുന്നു എന്ന് മാത്രമായി. പരാതികളൊക്കെ വെള്ളത്തിലാകുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത്.
തീർച്ചയായിട്ടും രോഹിണി, ഇതുമായി ബന്ധപ്പെട്ട് ആശയക്കുഴപ്പം ആദ്യഘട്ടം മുതൽ തന്നെ ഉണ്ടായിരുന്നു. ആ ആശയക്കുഴപ്പം ഇതുവരെ മാറിയിട്ടില്ല എന്നതാണ് വസ്തുത. ഇത് ഘടകകക്ഷികളിൽ തന്നെ ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. തോമസ് ചാഴിക്കാടനെ പരസ്യമായി തന്നെ വിമർശിക്കുന്ന തരത്തിലേക്കൊക്കെ മുഖ്യമന്ത്രിയുടെ ഒരു പരാമർശം ഈ പൊതുസദസ്സിൽ തന്നെ പോവുകയും അത് കേരള കോൺഗ്രസിന് തന്നെ വലിയ അതൃപ്തി ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നിരുന്നാലും കേരള കോൺഗ്രസുമായ ഒരു ചർച്ചയ്ക്കൊക്കെ ഇപ്പോൾ സർക്കാർ മുതിരുന്നുണ്ട്, അല്ലെങ്കിൽ ഇടതുപക്ഷം മുതിരുന്നുണ്ട്. പക്ഷേ എന്താണ് ഈ യാത്ര കൊണ്ട് പ്രധാനമായും ഉദ്ദേശിച്ചത് എന്ന കാര്യം ഇപ്പോഴും അവ്യക്തമായി തന്നെ നിലനിൽക്കുന്നു. അത് സർക്കാർ വൃത്തങ്ങളിലായിരുന്നാലും അല്ല ഘടകകക്ഷികളിലായിരുന്നാലും CPM-നുള്ളിൽ തന്നെയും ഈ യാത്രയുടെ പ്രയോജനം എന്ത് എന്ന തരത്തിലുള്ള വിമർശനം ആദ്യഘട്ടം മുതൽ ഇതൊരു LDF-ന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടി എന്ന ഒരു വിമർശനം ആദ്യഘട്ടം മുതൽ തന്നെ ഉണ്ടായിരുന്നു. അത് ആ തരത്തിൽ തന്നെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഈ പരാതി സ്വീകരിക്കാൻ എന്തിനാണ് ഇത്രമാത്രം ആഡംബരത്തോടുകൂടി മന്ത്രിമാർ ഒന്നടങ്കം ഈ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തുന്നത് എന്ന് അതിന് സ്വാഭാവികമായിട്ടും ഉദ്യോഗസ്ഥ തലത്തിൽ, അതായത് ആ പ്രദേശത്ത് ഒരു പ്രദേശത്തെ മണ്ഡലങ്ങളുമായി ബന്ധപ്പെട്ടാണെങ്കിൽ MLA-മാർ അടക്കം ഈ പരാതികൾ സ്വീകരിക്കുകയും ഒക്കെ ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ ഈ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഈ കോടികൾ ചെലവിട്ട് ബസ്സൊക്കെ വാങ്ങി ഇത്ര ആഡംബരത്തോടു കൂടി യാത്ര ചെയ്യുന്നത് കൊണ്ട് സംസ്ഥാനത്തിന് എന്ത് പ്രയോജനം എന്ന ചോദ്യം ആദ്യഘട്ടം മുതൽ ഉയരുന്നുണ്ട്. ആ പ്രയോജനം എന്താണെന്ന് വിശദീകരിക്കാൻ സർക്കാരിന് ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ ഘടകകക്ഷികളിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണം നൽകാൻ, കൃത്യമായ ഒരു വിശദീകരണം നൽകാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടോ എന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം വരും ദിവസങ്ങളിൽ സ്വാഭാവികമായും ഉണ്ടാകും. 24-ന് ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട ഈ യാത്ര 23-ന് തീരുന്നുണ്ട്. 24-ന് ഇടതുമുന്നണി യോഗം ചേരുന്നുണ്ട്. ഇടതുമുന്നണി യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇത്ര നാൾ നടത്തിയ യാത്രയെ അനുകൂലിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ പ്രശംസിച്ചുകൊണ്ടുള്ള ഒരു ചർച്ച നടക്കാനുള്ള സാധ്യതയാണുള്ളത്. പക്ഷെ അതിനുശേഷം എന്ത് മാറ്റം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായി എന്നതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. എത്ര പരാതികൾ സ്വീകരിച്ചു, ഈ പരാതികളിൽ എന്ത് നടപടികൾ ഉണ്ടായി എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വരും ദിവസങ്ങളിൽ നമുക്ക് കൃത്യമായ ഒരു ചിത്രം വ്യക്തമാകും. എന്നാൽ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക പ്രതിസന്ധി ഈ സംസ്ഥാനത്ത് വലിയ ഒരു വിഷയമായി തന്നെ നിലനിൽക്കുന്നു. ഇതിലൊന്നും ഒരു മാറ്റവും ഉണ്ടായില്ല. പുതിയൊരു വർഷത്തിലേക്ക് കടക്കുകയാണ്. സ്വാഭാവികമായും ഈ പുതുവർഷത്തിൽ തന്നെ സർക്കാരിന് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് അടക്കം, അതാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നിയമസഭാ സമ്മേളനം ജനുവരി മധ്യത്തോടു കൂടിയൊക്കെ ചേരാനുള്ള സാധ്യതയാണുള്ളത്. അപ്പോൾ ഗവർണറുമായി സർക്കാർ ഈ ഒരു വിഷയത്തിൽ ഉടക്കി നിൽക്കുന്ന സാഹചര്യമുണ്ട്. പ്രധാനമായും സർക്കാരിന്റെ ഈ ഒരു ഭരണ പരാജയം അത് മറച്ചു വയ്ക്കാനുള്ള ഒരു നീക്കം പ്രധാനമായും ഉണ്ടാകുന്നുണ്ട്. അതുതന്നെയാണ് SFIയെ ഇളക്കി വിട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ CPM ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന വിമർശനവും പല കോണുകളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട്. എന്നാൽ നവകേരള യാത്ര തിരുവനന്തപുരം ജില്ലയിലേക്ക് എത്തുമ്പോൾ ആദ്യം ഉയർന്നു നിൽക്കുന്ന പ്രധാനപ്പെട്ട സർക്കാർ നേരിടേണ്ടി വരുന്ന ഒരു ചോദ്യം ഈ യാത്ര കൊണ്ട് എന്ത് നേടി എന്നത് തന്നെയാണ്. ആ ചോദ്യത്തിന് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായ മറുപടി ഉണ്ടാകുമോ എന്ന കാര്യമാണ് ഇനി നോക്കിക്കാണേണ്ടത്. സ്വാഭാവികമായും അതിനൊരു കൃത്യമായ മറുപടി ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നില്ല. കാരണം ഈ യാത്രകളിലൊക്കെ തന്നെ മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു മറുപടി നൽകാൻ തയ്യാറായിട്ടില്ല. ഘടകകക്ഷികളിൽ തന്നെ ഒരു അതിർത്തി നിലനിൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ പ്രതിസന്ധിയിലാണ് ഇപ്പോൾ സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നവകേരള യാത്ര കൊണ്ട് ആർക്ക് എന്ത് ഗുണമുണ്ടായി എന്നുള്ള ചോദ്യത്തിന് ഒരു മറുപടിയുമില്ല. അതിന്